ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കുക്കർ ചിക്കൻ ആണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. ഇന്ന് മമ്മയും നമ്മളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മമ്മ ഇതുവരെ ചാനലിൽ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. പിന്നെ നമ്മൾ എന്തായാലും കുക്കിങ്ങിലേക്ക് കടക്കാം. ഇനി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് ചെറിയുള്ളി, 2 പച്ചമുളക്, ഹാഫ് തക്കാളി, കുറച്ച് മല്ലിയില, 1 കപ്പ് തൈര് എന്നിവ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കണം. എന്നിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിൽ ഒരു 1.5 മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ആക്കണം. സോ ഗൈസ്, നമ്മൾ 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അത് നമുക്കിനി പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാം. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കണം. ഇനി അത് നമുക്ക് ചെയ്യാം. ഗൈസ്, ഇത് ഇങ്ങനെയായി. ഇതിപ്പോ എത്ര മണിക്കൂർ? 1.5 മണിക്കൂർ. ഇനി ഇത് നമുക്ക് എന്തിലേക്കാ? കുക്കറിലേക്ക് ഇടണം. കുക്കറിലേക്ക് ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കാം. പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഒന്നുകൂടി പൊള്ളിച്ചെടുക്കാറുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. കുക്കർ ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചെടുക്കാം കേട്ടോ. ഈ ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഈ ചിക്കൻ കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മള് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്കൊരു തവയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം. നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ കൈ കൊണ്ട് തന്നെ എടുക്കാം. ഇതിനെ നമുക്ക് 2 വശവും മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഏതാണ്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാനുണ്ട്. സോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് ചെറിയുള്ളി ആഡ് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഹാഫ് തക്കാളി, 1 പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി വാട്ടിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാല. ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്രേവി എല്ലാം അതിന്റെ മേലേക്ക് നന്നായിട്ട് തേച്ച് പിടിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വേണ്ടി കുക്കറിൽ യൂസ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ, ആ എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് വരണം. ഇനി നമുക്കിതിന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല തിക്ക് ആയിട്ടുണ്ട്. നമ്മളെ അടിപൊളി കുക്കർ ചിക്കൻ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. ഓക്കെ,
നല്ല ജ്യൂസി സ്പൈസി മമ്മ നല്ല ടേസ്റ്റിലാണ് ഗൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗൈസ് അപ്പൊ ഞങ്ങൾ രണ്ടാളിലേക്ക് ഒതുങ്ങി, ബാക്കിയുള്ളവരെല്ലാരും വയറ് നിറഞ്ഞ് മത്തിടിച്ച് പോയിരിക്കാണ്. സാധനം അടിപൊളിയാണ്. പിന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ അതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്യാ. അപ്പൊ ഇഷ്ടായോ? അടിപൊളിയാണ്, നല്ല സ്പൈസ് ഉണ്ട്. കറക്റ്റ് എല്ലാ അളവിലും ചെയ്തിട്ടാണുള്ള മമ്മ ഉണ്ടാക്കിയത്. അടിപൊളി സാധനം, എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.